ഹായ് CUTUG 2024 റിസൾട്ടിന് ശേഷം നിരവധി യൂണിവേഴ്സിറ്റീസ് ആണ് ഇപ്പം അവരുടെ അഡ്മിഷൻ പോർട്ടൽസ് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് CUTUG 2024 റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കടക്കമുള്ള സ്കോർ കാർഡുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് CUTയുടെ വെബ്സൈറ്റിൽ കയറുക. ജസ്റ്റ് ഒരു ബ്രീഫ് ഐഡിയ ആണ് തരുന്നത്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് exam.nta.ac.in/CUTUG എന്ന വെബ്സൈറ്റിൽ കയറിയാൽ ഇവിടെ നിങ്ങൾക്ക് സ്കോർ കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ കയ്യിൽ കരുതി വെക്കുക. നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളെ കാണാം. ആ യൂണിവേഴ്സിറ്റീസ് നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ബാബാ സാഹേബ് ഭീമറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് CUTയിൽ അവർ ഓഫർ ചെയ്യുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ എഴുതിയ പരീക്ഷകൾ ഈ സബ്ജക്റ്റിലുള്ളതാണോ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ BSc MSc ഇൻ്റഗ്രേറ്റഡ് ബേസിക് സയൻസ്, ജിയോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ലൈഫ് സയൻസ്, ഒരുപാട് കോഴ്സുകളുള്ള വൺ ഓഫ് ദ യൂണിവേഴ്സിറ്റിയാണ് ശരിക്കും ബാബാ സാഹേബ് ഭീമറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റി. അതേപോലെ ഫാർമസി, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിലൊക്കെ അതേപോലെ ബിടെക് കോഴ്സുകളടക്കം ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. അതിന് എക്സാമ്പിൾ കാണിച്ചതാണ്. അപ്പം അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് യൂണിവേഴ്സിറ്റിൻ്റെ സെക്ഷനിൽ പോയിട്ട് നിങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ നോക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഗൂഗിളിൽ പോയി ആ യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ബാബാ സാഹേബ് ഭീമറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് കയറിയാൽ അഡ്മിഷൻസിനെ കുറിച്ച് അറിയാൻ സാധിക്കും. അവിടെ അഡ്മിഷൻസിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ രജിസ്ട്രേഷൻ ഫോർ UG പ്രോഗ്രാംസ് ന്യൂ എന്നൊക്കെ പറഞ്ഞ് കണ്ടോ, ഇവിടെ പുതിയ ഡീറ്റെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഈ വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് ശരിക്കും ബാബാ സാഹേബ് ഭീമറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയിൽ ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ കൊടുത്താൽ BBAU.CUT.samarth.edu എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആപ്ലിക്കൻസിൻ്റെ ക്യുവറ്റ് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് രജിസ്ട്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും. സോ ദിസ് ഇസ് ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഒരു സിംഗിൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ കയറുന്ന വിൻഡോയുടെ ഒരു സിംഗിൾ എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത്. മാത്രമല്ല ഞാൻ ഇനി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന നോക്കുകയാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ നിങ്ങൾക്ക് എലിജിബിളായിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ലൊക്കേഷനും കൂടെ ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് എത്രത്തോളം ദൂരം പോയി പഠിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് പോകാം. ഞാൻ എക്സാമ്പിൾസ് പറയുകയാണ്. ഇപ്പോൾ ഇവിടെ ഇവിടെയും ഇതേപോലെ ബിടെക് കോഴ്സുകളും BSc കോഴ്സുകളും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയിൽ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിലോട്ട് പ്രവേശിക്കാം. ഫോർ എക്സാമ്പിൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഹരിയാനയുടെ വെബ്സൈറ്റാണ്, ജസ്റ്റ് ഗൂഗിൾ സെർച്ച് അവേ മാത്രമാണത്. അവിടെയും ഇതേപോലെ കണ്ടോ, ലിങ്ക് ഫോർ UG അഡ്മിഷൻസ് 2024 എന്ന് വന്നിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും അവരുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകളിലാണ് നോട്ടിഫിക്കേഷൻസ് വരിക. അതുപോലെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി നിലവിൽ അവരുടെ സൈറ്റ് ഇപ്പോൾ ലോഡാവുന്നില്ല, പക്ഷേ സ്റ്റിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെയും ഇതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സ് ഇപ്പോൾ അഗ്രികൾച്ചറൊക്കെ അപ്ലൈ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി അവിടെ BSc അഗ്രികൾച്ചർ കോഴ്സ് ഉണ്ട്. ഐക്കറിന് അണ്ടറിലല്ലാത്ത BSc അഗ്രികൾച്ചർ കോഴ്സ് നിങ്ങൾക്ക് ശരിക്കും അവിടെ കാണാൻ സാധിക്കും, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ കാണാൻ സാധിക്കും. സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ പോയാൽ നിങ്ങൾക്ക് ഇവിടെ BLLB കോഴ്സുകൾ, ഹോണേഴ്സ് ഇൻ ആർട്സ്, ഫിനാൻസ്, BSc ഹോണേഴ്സ് അഗ്രികൾച്ചർ ആണ് ഞാൻ പറഞ്ഞ കോഴ്സ്. അവിടെ BSc ഹോണേഴ്സിൻ്റെ കോഴ്സുണ്ട്. നിങ്ങൾ ഈ സബ്ജക്ട് കോമ്പിനേഷൻ ഒന്നെങ്കിൽ കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, അല്ലെങ്കിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, അല്ലെങ്കിൽ ഫിസിക്സ്, അഗ്രികൾച്ചർ, ABC അല്ല അഗ്രികൾച്ചർ, അത് തന്നെ ABC അഗ്രികൾച്ചർ, ബയോളജി, കെമിസ്ട്രി കോമ്പിനേഷൻസ് നിങ്ങൾ CUETക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയുടെ അഡ്മിഷൻസ് ഉടനെ തന്നെ ഓപ്പൺ ആകും. അതിനുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ബാബാ സാഹേബ് ഭീമറാവ് അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ ഓപ്പൺ ആയിട്ടുണ്ട്. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ വരാനിരിക്കുന്നു. BHUവിൻ്റെ നിങ്ങൾക്ക് നോക്കാം. അതേപോലെ ഇപ്പോൾ ഇങ്ങനെ ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റീസ് ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരുടെ പോർട്ടലിൽ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് ശരിക്കും നിങ്ങൾ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട. നിലവിൽ തന്നെ ഒരു 4-5 യൂണിവേഴ്സിറ്റീസിൻ്റെ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. അതിൻ്റെ 2-3 നോട്ടിഫിക്കേഷൻ രാജസ്ഥാൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റീസിൻ്റെ വെബ്സൈറ്റ്, ദാറ്റ് ഈസ് CUTൻ്റെ വെബ്സൈറ്റിൽ പോയി യൂണിവേഴ്സിറ്റീസ് നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള സബ്ജക്റ്റുകൾ ഉണ്ടോ എന്ന് നോക്കുക. സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഒക്കെ അവിടെ ഉണ്ട്, പക്ഷേ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കി സൈറ്റിൽ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പ് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, അതൊന്ന് ഉറപ്പിക്കണം. സോ ഇതാണ് നിങ്ങളുടെ ഇനിയുള്ള ടാസ്ക് എന്ന് പറയുന്നത്. സോ അത് റെഡിയാക്കി വയ്ക്കുക. ആ അഡ്മിഷൻ ബ്രോഷറൊക്കെ പ്രോപ്പറായിട്ട് വായിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡൽഹിയുടെ കേസാണ്, CSAസിൻ്റെ അലോട്ട്മെൻറ്റ് അതിൻ്റെ പ്രൊസീജിയർ എല്ലാം നിങ്ങൾക്ക് ബ്രോഷറിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പം ഏതൊക്കെ കോഴ്സുകളുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുക, നല്ല കോഴ്സുകളാണോ എന്ന് ചെക്ക് ചെയ്യുക, ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ നല്ല ടോപ്പ് നോച്ച് കോഴ്സുകളാണ്. അപ്പോൾ അതിനുള്ള കട്ട് ഓഫ് എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കുക. അങ്ങനെ ഫോളോ അപ്പ് എടുത്ത് ഓരോ വെബ്സൈറ്റുകളും നിങ്ങൾക്ക് താല്പര്യമുള്ള യൂണിവേഴ്സിറ്റികൾ മാർക്ക് ചെയ്തിട്ട് ആ വെബ്സൈറ്റുകൾ കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്ത് നോക്കുക.
ഇതാണ് നിങ്ങളുടെ പ്രധാന ടാസ്ക്. അതെല്ലാവരും ചെയ്യും. പ്രോപ്പറായിട്ട് നല്ലൊരു സ്ഥലത്ത് അഡ്മിഷൻ എടുക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.